2011 മെയ് 26-നാണ് ഗൂഗിൾ വാലറ്റ് അവതരിപ്പിക്കുന്നത്. ദെൻ 2015 സെപ്റ്റംബർ 11-ന് ഇത് റീബ്രാൻഡ് ചെയ്ത് ആൻഡ്രോയിഡ് പേ എന്നാക്കി. 2017 ഓഗസ്റ്റിലാണ് ഇന്ത്യയിലെ യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ടെസ് എന്ന് പറഞ്ഞൊരു പേയ്മെൻറ്റ് സർവീസ് ഗൂഗിൾ അവതരിപ്പിക്കുന്നത്. UPI പേയ്മെൻറ്റ് സർവീസ് നൽകിക്കൊണ്ടായിരുന്നു ടെസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇന്ത്യയിലേക്ക് വന്നത്. ആ ഒരു സമയത്ത് നമ്മളൊക്കെ കൂടുതലായിട്ട് UPI പേയ്മെൻറ്റ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് റിവാർഡ് ബെനിഫിറ്റ് ഒക്കെ നൽകിയതിലൂടെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനായിട്ട് ടെസ്സിന് സാധിച്ചു. അങ്ങനെ അത്യാവശ്യം നല്ല യൂസർ ബേസ് ടെസ് ഉണ്ടാക്കി. ദെൻ ഒരു വർഷത്തിന് ശേഷം, അതായത് 2018 ഓഗസ്റ്റ് 28-നാണ് ടെസ് വീണ്ടും റീബ്രാൻഡ് ചെയ്ത് ഗൂഗിൾ പേ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറിയത്. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് UPI പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പേ. ഒന്നാം സ്ഥാനത്ത് ഫോൺ പേ ആണ്, രണ്ടാം സ്ഥാനത്താണ് ഗൂഗിൾ പേ ഉള്ളത്. നിലവിൽ 42-ലധികം രാജ്യങ്ങളിൽ ഈ ഒരു ഗൂഗിൾ പേ അവൈലബിൾ ആണ്. ഈ ഒരു ഗൂഗിൾ പേക്ക് പിന്നിലുള്ള ബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ സുജിത് നാരായണനും അതുപോലെ തന്നെ സുമിത്തുമാണ്. ഇരുവരും ചേർന്ന് മറ്റൊരു കമ്പനി പിന്നീട് തുടങ്ങി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഫൈവ് മണി എന്ന് പറഞ്ഞ ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോം. അതിൻ്റെ കമ്പനിയായ എപ്പിഫൈ ടെക്നോളജീസിൻ്റെ ഫൗണ്ടേഴ്സാണ് ഇപ്പോൾ ഈ ഒരു സുജിത് നാരായണനും അതുപോലെ തന്നെ സുമിത്തും. ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ പേ എന്ന് പറഞ്ഞ പേരിലേക്ക് വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. അതുപോലെ തന്നെ ടെസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. സോ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഗൂഗിൾ പേയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എന്തൊക്കെ സർവീസസ് നമുക്ക് ഗൂഗിൾ പേയിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഗൂഗിൾ പേ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങാമെന്നും വ്യക്തമായിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. അപ്പോൾ ഗൂഗിൾ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം നമ്മളുടെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ ഫോണിലുള്ള സിം ആയിരിക്കണം, അതുപോലെ തന്നെ ആ സിമ്മിലായിരിക്കണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റേർഡ് ആയിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മളുടെ റുപ്പേ വേരിയൻ ക്രെഡിറ്റ് കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. സോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഓപ്ഷനിൽ നമ്മളുടെ ഒരു Gmail ID സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാൻഡേറ്ററി ആണ്. നമ്മളുടെ ഫോൺ നമ്പറിൻ്റെ കൂട്ടത്തിൽ ഒരു മെയിൽ ID കൂടി കൊടുക്കണം. ആ ഒരു മെയിൽ IDയിൽ നിന്നുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഫെച്ച് ആവുന്നത്. അതിൻ്റെ പ്രൊഫൈൽ പിക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു മെയിൽ ID അനുസരിച്ചുള്ള ഒരു UPI ID ഒക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക് വരുന്നത്. ഗൂഗിൾ പേയുടെ കാര്യത്തിൽ നമുക്ക് മാനുവലി UPI ID എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇവർ കുറേ സജഷൻസ് തരും. അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെയിൽ ID ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. സോ നമ്മളുടെ ഫോണിൽ ലോഗിൻ ആയിരിക്കുന്ന ഒരു മെയിൽ ID സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു മെയിൽ ഐഡിയിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം നമ്മുടെ ഫോണിൽ. അതിനുശേഷം ആ ഒരു മെയിൽ ID സെലക്ട് ചെയ്യുക. അത് രണ്ടും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് വരുന്ന വിൻഡോയിൽ നമുക്ക് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് നൽകുക. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പിൻ്റെ ഹോം പേജിലേക്ക് വരും. അപ്പോൾ ഹോം പേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഹോം പേജിൽ തന്നെ നമുക്ക് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ കാർഡ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ലിസ്റ്റിൽ നിന്ന് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് ചൂസ് ചെയ്യുക. ഇപ്പോൾ ICICI ബാങ്ക് ആണെങ്കിൽ ICICI ബാങ്ക് സെലക്ട് ചെയ്യുക. നമ്മളുടെ ആ ഒരു നമ്പർ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു പോപ്പപ്പ് വരും. അപ്പോൾ അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു ഗൂഗിൾ പേയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നമ്മൾ ബാങ്കിൽ നമ്മളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലും രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമുക്ക് താഴെയായിട്ട് പോപ്പപ്പ് വിൻഡോ വരും. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ളൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് സെൻഡ് ആവുകയും നമ്മളുടെ ഈ ഒരു നമ്പറിൽ നമ്മൾ ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഫെച്ച് ആവുകയും ചെയ്യും. സോ അങ്ങനെ അക്കൗണ്ട് ഫെച്ച് ആയ ശേഷം നമ്മൾ ഓൾറെഡി UPI കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് ആഡാകും. ഇല്ലാന്നുണ്ടെങ്കിൽ UPI നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ UPI പിന്നൊക്കെ സെറ്റ് ചെയ്യണം. സോ നമ്മളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം. അത് എൻ്റർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ 6 ഡിജിറ്റ് UPI പിൻ സെറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ ഈ ഒരു ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു UPI പിൻ എൻ്റർ ചെയ്താണ് നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു UPI പിന്നിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത സെക്യൂർ ആയിട്ടുള്ള UPI പിൻ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്തു. ദെൻ വരുന്ന ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷനാണ് സ്കാൻ എനി QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്യാം. UPI QR കോഡ് ആണെങ്കിൽ സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാലറിയിൽ QR കോഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്ത്
നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ പേ കോൺടാക്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മൊബൈലിൽ സേവ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റിലുള്ളവർ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റ് UPI പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേ ഫോൺ നമ്പറാണ്. ഇതെന്ന് പറയുന്നത് നമുക്കിത് സെലക്ട് ചെയ്ത് നമുക്ക് മാനുവലി ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. നാലാമത്തെ ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് അതിലൂടെ UPI വഴി പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, അക്കൗണ്ട് നമ്പർ റീ എൻ്റർ ചെയ്യുക, FSC കോഡ് എൻ്റർ ചെയ്യുക, ദെൻ എമൗണ്ട് എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അഞ്ചാമത്തെ ഓപ്ഷൻ പേ UPI ID ഇല്ലെങ്കിൽ നമ്പറാണ്. ഇപ്പോൾ നമുക്ക് UPI നമ്പർ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജസ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ UPI ID എൻ്റർ ചെയ്യാം. ഉദാഹരണമായിട്ട് ഫോൺ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ @YBL എന്നൊക്കെ ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ടുള്ള UPI ID. സോ UPI ID ആണ് ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അയച്ചു തരുന്നതെങ്കിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് നമുക്കിവിടെ UPI ID എൻ്റർ ചെയ്ത് അവരുടെ പേര് വരും, പേര് വെച്ച് വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ആറാമത്തെ ഓപ്ഷൻ സെൽഫ് ട്രാൻസ്ഫർ ആണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഒരു സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ പേ ബിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് വിവിധ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. മൊബൈൽ റീചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അടക്കാം, അതുപോലെ DTH റീചാർജ് ചെയ്യാം, ഫാസ്ടാഗ് റീചാർജ് ചെയ്യാം, ഗൂഗിൾ പേ റീചാർജ് ചെയ്യാം, പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് അടക്കാം, പിന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാം, പൈപ്പിടി ഗ്യാസ് പേയ്മെൻറ്റ് അയക്കാം, വാട്ടർ ബിൽ പേയ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ്, പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ്, ലോൺ EMI, പിന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഫീസ്, ഹോസ്പിറ്റൽ പേയ്മെൻറ്റ്, ഡൊണേഷൻ, അങ്ങനെ കുറേ അധികം ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്ത UPI പിൻ എൻ്റർ ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാം, ബിൽ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ KSEB എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം നമുക്ക് KSEB എന്ന്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് KSEB ചൂസ് ചെയ്യുക. ഇപ്പോൾ KSEB വന്നു. ദെൻ നമ്മളുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് ഫെച്ച് ആയിട്ട് വരും. നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത UPI പിൻ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ ഓരോ ബിൽ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൊബൈൽ റീചാർജ് ആണ്. മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുക. ദെൻ നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ ഓപ്പറേറ്റർ ഏതാണോ മൊബൈൽ ഓപ്പറേറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് റീചാർജ് ചെയ്യേണ്ട പ്ലാൻ ഏതാണോ പ്ലാൻ ചൂസ് ചെയ്യുക. ദെൻ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് UPI പിൻ എൻ്റർ ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഡീഫോൾട്ടായിട്ട് കുറച്ച് ബിസിനസ് ഓപ്ഷൻസ് ആണ്. പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു റെഗുലർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ദെൻ അതിന് താഴെയായിട്ട് നമുക്ക് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ സ്ക്രാച്ച് കാർഡ് ആണെങ്കിൽ അത് വരും. പിന്നെ എന്തെങ്കിലും വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ വരുന്നത് ഈ ഒരു റിവാർഡ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഓഫേഴ്സ് ആണ്. നമുക്ക് ഈ ഒരു ഗൂഗിൾ പേ റിലേറ്റഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വരും. ഇപ്പോൾ ലോൺ ഓഫർ ഉണ്ടെങ്കിൽ ലോൺ ഓഫർ, അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരും. നെക്സ്റ്റ് വരുന്നത് റെഫറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളിലൂടെ ആരെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഇത്തരത്തിലുള്ള ഓഫേഴ്സാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ചെക്ക് യുവർ സിബിൽ സ്കോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇത് പുതുതായിട്ട് വന്ന ഓപ്ഷനാണ്. നമുക്ക് സിബിൽ സ്കോർ മാസത്തിൽ ഒരു തവണ സൗജന്യമായിട്ട് ഗൂഗിൾ പേ വഴി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പാൻ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് നമുക്ക് സൗജന്യമായിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് നടത്തിയ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ലിസ്റ്റ് ആയിട്ട് വരും. ദെൻ നമ്മൾ സെറ്റ് ചെയ്ത UPI പിൻ എൻ്റർ ചെയ്ത് നമുക്ക് അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഹോം പേജിൽ ഗൂഗിൾ പേയിൽ ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസ്. ഇനി നമുക്ക് ഇവിടെ പ്രൊഫൈൽ സെക്ഷൻ അതെടുത്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ മുൻപ് കണ്ട ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് UPI പേയ്മെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് റുപേ വേരിയൻ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് അതിലൂടെയും നമുക്ക് മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെലക്റ്റഡ് ബാങ്കുകളുടെ റുപേ വേരിയൻ ക്രെഡിറ്റ് കാർഡാണ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്കിൻ്റെ റുപേ കാർഡ് ആഡ് ചെയ്യാം, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI റുപേ കാർഡ്, പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ,
യെസ് ബാങ്ക് റുപേ കാർഡ് എന്നീ ബാങ്കുകളുടെ കാർഡുകളാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ വന്നൊരു ഓപ്ഷനാണ് UPI ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ വരെ നമുക്ക് ഈ ഒരു UPI ലൈറ്റിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 500 രൂപ വരെയുള്ള UPI പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് പിൻ നമ്പർ അടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് UPI ലൈറ്റ്. UPI ലൈറ്റിനെ പറ്റിയും ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് iOS വെർഷൻ ഗൂഗിൾ പേ ആണ്. അതുകൊണ്ടാണിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പകരം നിങ്ങൾ ആൻഡ്രോയിഡ് ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ടഡ് ബാങ്കുകളുടെ വിസ വേരിയൻറ്റ് കാർഡുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആഡ് ചെയ്ത് നമുക്ക് ഇതിനകത്തുള്ള റീചാർജ് തന്നെ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അത് ആഡ് ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ NFC ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെർമിനലിൽ നമുക്ക് ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. സോ ഇതൊക്കെയാണ് ഗൂഗിൾ പേയിൽ ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസ്. പിന്നെ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഇവിടെ ഈ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ലോൺ ഓഫേഴ്സ് വരും. അപ്പോൾ അത് നമുക്ക് പ്രീ അപ്രൂവ്ഡ് ലോണൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോൺ എടുക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ പേ ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് യെസ് കാർഡ് കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബാനറൊക്കെ ഇവിടെ വരാറുണ്ട്. സോ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഗൂഗിൾ പേയിൽ ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസ്. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ പേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ പേയിൽ ഇൻഷുറൻസ്, വെൽത്ത് മാനേജ്മെൻറ്റ് അങ്ങനെ കുറേയധികം ഓപ്ഷൻസൊക്കെ വന്നു. അതിൻ്റെ കൂട്ടത്തിൽ തേർഡ് പാർട്ടി പരസ്യങ്ങളുണ്ട്. സോ കുറേയധികം ഇറിറ്റേഷൻസ് ആണ് ഇപ്പോൾ ഫോൺ പേ ആണെങ്കിലും Paytm ആണെങ്കിലും. പക്ഷേ ഗൂഗിൾ പേ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഇതുവരെ അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു പ്യുവർലി പേയ്മെൻറ്റ് സർവീസാണ് ഇപ്പോൾ ഗൂഗിൾ പേ നൽകുന്നത്. നമുക്ക് പരസ്യങ്ങളൊന്നും ഇല്ലാതെ മിനിമൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പേ. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ഒരു GPay പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ പണ്ടൊക്കെ ഗൂഗിൾ പേ വഴി നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയച്ചാൾക്കിട്ട് കിട്ടത്തില്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള എറർ റേറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഗൂഗിൾ പേ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതിപ്പോൾ പ്ലസ് പോയിൻറ്റ്സ് ആണെങ്കിലും ഇനി എന്തെങ്കിലും ഡ്രോബാക്സ് ഗൂഗിൾ പേയിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി